ഹലോ എവരി വൺ. ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസ് സ്റ്റഡിയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലാസ് 10th പഠിക്കുന്ന ഒരു കുട്ടിയുടെ സാറ്റിൻ്റെ സ്കോറാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കുട്ടീൻ്റെ ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡ് നെഗറ്റീവാണ്. ഈ ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഒരാൾക്ക് വേറൊരാളുടെ ഇമോഷൻസ് കണ്ട് റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു ബേസിക് കപ്പാസിറ്റിയാണ്. ഇതൊരു പ്രോക്സിയാണ്, അതായത് ആൾക്കാരുടെ ഓർഗനൈസേഷൻ സ്കില്ല്, ലീഡർഷിപ്പ്, സോഷ്യൽ മാനേജ്മെൻറ്റ്, റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ മെഷർ ചെയ്യുന്നതിൻ്റെ പ്രോക്സിയാണ്. ബേസിക്കായിട്ട് ആൾക്കാർക്ക് തോന്നാം ഒരു പരീക്ഷയ്ക്ക് ഒരാളുടെ ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡിനെ മെഷർ ചെയ്യാൻ പറ്റുമോ, അതെങ്ങനെയാണ് ശരിയാകുക എന്നുള്ളൊരു കാര്യം. ഈ ഒരു ചോദ്യം ആപ്റ്റിറ്റ്യൂഡിലോ സൈക്കോമെട്രിക് പരീക്ഷകളിലോ മാത്രമല്ല ബാധകം. നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ പരീക്ഷകളിലും ഈ ചോദ്യം റിലവൻ്റ് ആണ്. കാരണം നമ്മൾ എന്താണോ മെഷർ ചെയ്യുന്നത് അത് തന്നെയാണോ അവിടെ കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾക്ക് നീറ്റിൻ്റെ പരീക്ഷയിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വെച്ചിട്ട് ഒരാൾക്കൊരു ഡോക്ടറാകാൻ പറ്റുമോ, രോഗം ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പാരാമെഡിക്കൽ ആകാൻ പറ്റുമോ? ഇപ്പോൾ IELTSൻ്റെ പരീക്ഷ എഴുതിയ ഒരാൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ GREയുടെ പരീക്ഷ ഒരാളുടെ ടെക്നിക്കൽ കോമ്പിറ്റൻസ് ആണോ കാണിക്കുന്നത്? ഇങ്ങനെ കുറേ ഡൗട്ടുകളുണ്ട്. എന്നിട്ട് ഒന്നാമത്തെ ഒന്നാമത്തെ ഉത്തരവെന്ന് വെച്ചാൽ ഏത് നല്ല പരീക്ഷയും ഒരു കാര്യത്തിൻ്റെ പ്രോക്സി ആയിരിക്കും എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് ഒരാൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഒരു ഡോക്ടറായി ഒരാളുടെ രോഗം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ഹ്യൂമൻലി പോസിബിൾ അല്ല ഒരു കുട്ടിക്ക് വെച്ചിട്ട്. അപ്പം പ്രോക്സി വെച്ചിട്ടായിരിക്കും യൂഷ്വലി ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം IELTSൻ്റെ ഒരു പ്രോക്സി വെച്ചിട്ടായിരിക്കാം സ്പീക്കിംഗ് ലിസണിങ് ഒക്കെ ചെയ്യുന്നത്. ഈ പ്രോക്സിനെ അത് ആക്ച്വലി മെഷർ ചെയ്യുന്ന ഒരു കാര്യത്തെ തന്നെയാണോ മെഷർ ചെയ്യുന്നതെന്ന് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് തെളിയിച്ചെടുക്കാൻ പറ്റും. അതിന് ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്, ഒത്തിരി സൈക്കോമെട്രിക് ആയിട്ടുള്ള ടൂളുകളുണ്ട്. ഇപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള ETS പോലെയുള്ള റിസർച്ച് സ്ഥാപനങ്ങൾ ഇതൊക്കെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡ് മാത്രമല്ല, ഏത് ആപ്റ്റിറ്റ്യൂഡും നമുക്ക് നല്ലൊരു പ്രോക്സി ഇട്ടിട്ട് വിത്ത് സയൻറ്റിഫിക് ബാക്കിംഗ്, റിസർച്ചിൻ്റെ ബാക്കിംഗ് കൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഇവാലുവേഷനിലൂടെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ ബാക്ക് ടു ദ ടോപ്പിക്, ഈ കുട്ടിയുടെ ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡ് നെഗറ്റീവ് എന്ന് പറയുമ്പം നമ്മൾ അതിൻ്റെ സബ്സെക്ഷനൂടെ അനാലിസിസിലേക്ക് പോകണം. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ കുറച്ചുകൂടെ മനസ്സിലാകാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ 4 സബ്സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. സോഷ്യൽ അവയർനെസ്, ചലഞ്ചസ് ഇൻ ഡെയിലി ലൈഫ്, സെൽഫ് മാനേജ്മെൻറ്റ്, റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കുട്ടിയുടെ സോഷ്യൽ അവയർനെസ് ഭയങ്കര ഹൈ ആണ്, റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഭയങ്കര ലോ ആണ്. അതായത് ഈ കുട്ടിക്ക് ഒരു ഗ്രൂപ്പിലെ ഡൈനാമിക്സും സിസ്റ്റവും ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഭയങ്കര ഹൈ ആണ് എന്നൊരു കാര്യമുണ്ട്. പക്ഷേ അതിനുള്ളിലെ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഭയങ്കര ലോ ആണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാകും, പക്ഷേ ആ സിറ്റുവേഷനുള്ളിലെ ഒരു മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കാര്യത്തിൽ നെഗറ്റീവ് എന്നൊരു കാര്യം. അപ്പം യൂഷ്വലി ഒരു ഡിസ്കഷനിൽ നമുക്കൊരു പാരൻസിൻ്റെ പ്രസൻസ് കൂടെ യൂഷ്വലി ഉണ്ടാകും. അപ്പം ഈ കാര്യം പറയുമ്പോൾ ആ കുട്ടീൻ്റെ പാരൻസിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആസ് എ സിംഗിൾ കിഡ്, ഒരു സിംഗിൾ കിഡാണ്, അതിൻ്റെ ഒപ്പം ഈ പാരൻസിൻ്റെ നേച്ചർ ഓഫ് ജോബ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ആക്റ്റീവായിട്ട് ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിനെ ബിൽഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കുറവായിരിക്കാം എന്നുള്ളൊരു കാര്യം. നമുക്ക് ഇൻപുട്ട് എന്താണെന്ന് പറയാം, പക്ഷേ ആക്ച്വലുള്ള എക്സ്പ്ലനേഷൻ ഡ്യൂറിങ് ഒരു ഡിസ്കഷനിൽ വരേണ്ട ഒരു കാര്യം. അപ്പം ചിലപ്പോൾ ഈ കുട്ടി സിംഗിൾ കിഡ് ആയതുകൊണ്ട് ഇത് ബാധകമായിരിക്കാം, അല്ലെങ്കിൽ ട്രാവൽ ഉള്ളതുകൊണ്ട് ഇത് ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടാകും. പക്ഷേ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ സ്ഥായി ആയിട്ടുള്ളൊരു കാര്യമായിരിക്കണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. സാറ്റിൻ്റെ ഡാറ്റ പറയുന്നത് ആൾക്കാരുടെ സോഷ്യൽ സ്ട്രക്ചറും സിറ്റുവേഷനും മാറുന്നതനുസരിച്ച് ഈ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിലും അപ്ഡേറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഉദാഹരണം പറയാം. ഈ കുട്ടി 5 കൊല്ലം ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ചിലപ്പോൾ ആക്റ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഫാർ ബെറ്റർ ആയിരിക്കാം എന്നൊരു കാര്യമുണ്ട്. അപ്പം നിങ്ങളുടെ ഈ ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു കാര്യം സ്ഥായി ആയിട്ടുള്ളൊരു കാര്യമല്ല, അത് നിങ്ങളുടെ ഒരു സോഷ്യൽ സിറ്റുവേഷനെയും ബാധകമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്.